ഹലോ, ഗുഡ് മോർണിംഗ്. കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന പേപ്പറിനകത്ത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. ചാപ്റ്റർ ഹെഡിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോഓപ്പറേറ്റീവ്സ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. കോഓപ്പറേറ്റീവ്സ് ആർ ഫോംഡ് ഇൻ ഡിഫറെൻറ്റ് പർപ്പസസ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നത് വ്യത്യസ്ത പർപ്പസുകൾക്കായിട്ടാണ്. ഓരോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും പർപ്പസ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അത്തരത്തിലുള്ള ഒത്തിരി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇന്ന് നിലവിലുണ്ട്. മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഫങ്ഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇങ്ങനെയുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഓൺ ദ ബേസിസ് ഓഫ് ദ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ദ ഫങ്ഷൻസ് ദേ ആർ ടു ബി പെർഫോംഡ്, അവ ചെയ്യുന്ന ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലും. ഓക്കെ, അപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ചെയ്യുന്ന ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ജനറലി ദാറ്റ് ക്യാൻ ബി ഓൺ ദ ബേസിസ് ഓഫ് ദെയർ സ്ട്രക്ചർ ആൻഡ് ദ ഫങ്ഷൻസ് ദേ ആർ പെർഫോംഡ്. ഓക്കെ, ദെൻ ഇനി അതിനകത്ത് ഒന്നാമത്തെ കാര്യം, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺ ദ ബേസിസ് ഓഫ് ദ സ്ട്രക്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു. സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ വീണ്ടും നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് സെക്കൻഡറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒന്നും കൂടെ പറയുന്നു, ഓൺ ദ ബേസിസ് ഓഫ് ദ സ്ട്രക്ചർ cooperative societies are again classified into two: primary cooperative societies and secondary cooperative societies. Then on the basis of the functions performed, അവ ചെയ്യുന്ന ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു: ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്. എന്നാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ചെയ്യുന്ന ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നും നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഈ ക്ലാസിഫിക്കേഷനാണ് ഈ ചാപ്റ്ററിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നമുക്കൊന്നാമതായി ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും സെക്കൻഡറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. അതിനകത്ത് എന്താണ് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി? പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഫോംഡ് അറ്റ് ദ വില്ലേജ് ലെവൽ. ഏറ്റവും ബേസ് ലെവലായിട്ടുള്ള വില്ലേജ് ലെവലിൽ ഫോം ചെയ്യുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്നത്. ഓക്കെ, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഏറ്റവും ബേസ് ലെവൽ, ഏറ്റവും അടിസ്ഥാന ലെവലിൽ വരുന്ന വില്ലേജ് ലെവലിൽ വരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നറിയപ്പെടുന്നത്. ദിസ് സൊസൈറ്റീസ് ആർ ഫങ്ഷനിങ് എമംഗ് ദ കോമൺ പീപ്പിൾ അറ്റ് വില്ലേജസ്. വില്ലേജ് ലെവലിലുള്ള കോമൺ പീപ്പിൾസിൻ്റെ, സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ. അത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് എക്സാമ്പിളാണ് ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി, സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെല്ലാം ബേസ് ലെവൽ ഓർ വില്ലേജ് ലെവലിൽ പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ നമ്മൾ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി, സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ദെൻ മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, പ്രൈമറി അഗ്രികൾച്ചറൽ ആൻഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ വില്ലേജ് ലെവലിൽ പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ നമുക്ക് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയാം. ദെൻ സെക്കൻഡറി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. സെക്കൻഡറി കോഓപ്പറേറ്റീവ്സ് ആർ ഫോംഡ് അറ്റ് ദ ഡിസ്ട്രിക്റ്റ് ഓർ സ്റ്റേറ്റ് ലെവൽ. ഡിസ്ട്രിക്റ്റ് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഫോം ചെയ്യുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ നമുക്ക് സെക്കൻഡറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയാം. പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് വില്ലേജ് ലെവലിൽ പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളായിരുന്നു. എന്നാൽ ഡിസ്ട്രിക്റ്റ് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഉള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെയാണ് നമ്മൾ സെക്കൻഡറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ കോൾഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെയാണ് നമ്മൾ നോർമലി ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്.
ഇറ്റ് ഈസ് എ ഫിനാൻസിങ് ബാങ്ക് ഓഫ് ദ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ ഡിസ്ട്രിക്റ്റ്. ഒരു ഡിസ്ട്രിക്റ്റിനകത്ത്, ഒരു ജില്ലക്കകത്ത് വരുന്ന പ്രൈമറി ലെവലിലുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഡിസ്ട്രിക്ട് ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ജില്ലക്കകത്തുള്ള ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. ഒരു ജില്ലക്കകത്തുള്ള ഏറ്റവും ടോപ്പ് ലെവൽ, അപ്പെക്സ് ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജില്ലക്കകത്ത് വരുന്ന പ്രൈമറി ലെവലുള്ള, അതിൻ്റെ താഴെത്തട്ടിലുള്ള വില്ലേജ് ലെവലുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ആവശ്യമായിട്ടുള്ള സഹായം നൽകേണ്ടത് ആരാണ്? ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കാണ്. ഓക്കെ, ദെൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ കാൾഡ് അപ്പെക്സ് സൊസൈറ്റീസ് ഓർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയാണ് നമ്മൾ അപ്പെക്സ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ഒരു സംസ്ഥാനത്തിനകത്തെ, ഒരു സ്റ്റേറ്റിനകത്തെ ഏറ്റവും അപ്പെക്സ് ലെവലിലുള്ള, ഏറ്റവും ടോപ്പ് ലെവലിലുള്ള സൊസൈറ്റിയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, ഒരു ജില്ലക്കകത്തുള്ള ഏറ്റവും ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. ഒരു സംസ്ഥാനത്തിനകത്തുള്ള ഏറ്റവും ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇറ്റ് കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ദ വർക്കിംഗ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് വർക്കിംഗ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ. അപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഏതു ബാങ്കിൻ്റെ ലക്ഷ്യം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു 3 ടയർ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായോ? പ്രൈമറി ലെവൽ എന്ന് പറയുന്നത് വില്ലേജ് ലെവലാണ്. അതിൻ്റെ അപ്പർ ലെവൽ, അതിൻ്റെ ടോപ്പ് ലെവലിൽ വരുന്നതാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അപ്പർ ലെവലിൽ വരുന്നതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, സംസ്ഥാന തലത്തിൽ വരുന്നു, പിന്നെ ജില്ലാ തലത്തിൽ വരുന്നു, പിന്നീട് വില്ലേജ് ലെവലിൽ വരുന്നു. ഇതാണ് നമ്മുടെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നത്: പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് സെക്കൻഡറി കോപ്പറേറ്റീവ് സൊസൈറ്റി. പിന്നീട് നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ അതിൻ്റെ ഫങ്ഷൻ പെർഫോം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. ക്രെഡിറ്റ് സൊസൈറ്റി എന്നും നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ, കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു ഓൺ ദ ബേസിസ് ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ദേ ആർ പെർഫോംഡ്. ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലും. സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈമറി സൊസൈറ്റി, സെക്കൻഡറി സൊസൈറ്റി. ഫങ്ഷൻ പെർഫോം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രെഡിറ്റ് സൊസൈറ്റി ആൻഡ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫങ്ഷൻ പെർഫോംഡ്, ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ഏതെല്ലാം രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.